ശരത്ത് സുബൈറിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ആ നിമിഷം ഓർത്തത് കഴിഞ്ഞ ലോകകപ്പിൽ കൈരളി പീപ്പിളിൽ ഒരുമിച്ച് ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഞാൻ വളരെ കൗതുകത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയുമാണ് അന്ന് സുബൈറിൻ്റെ ആ ചർച്ച കേട്ടിരുന്നത്. സുബൈർ വീണ്ടും ഈ ചർച്ചയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട് എന്നതിൽ അതിയായിട്ടുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ശ്രീ എൻ രവീന്ദ്രദാസും ഈ ചർച്ചയിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇല്ലേ? ഇല്ല, അദ്ദേഹമില്ല. സ്വാമി സന്ദീപാനന്ദഗിരി ഉണ്ട്, അതുപോലെ സുദേശ് ഉണ്ട്, നമ്മൾക്കൊപ്പം സ്പോർട്സ് ജേർണലിസ്റ്റ് ഓക്കെ. സ്വാമി സന്ദീപാനന്ദഗിരി സുബേഷ് ഇവിടെ സംസാരിക്കുന്നത് ഞാൻ അതെ അതെ ഞാൻ സ്വാമി എന്ന് കേട്ടപ്പോൾ രവീന്ദ്രദാസിനെ സാധാരണ അങ്ങനെ വിളിപ്പേര് കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല അദ്ദേഹം ഉണ്ടെന്ന് കരുതിയത്. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ അപ്പോൾ സ്വാമിക്കും എൻ്റെ അഭിവാദനം. അപ്പോൾ പല മേഖലയിലുള്ളവരാണ് ഇത് ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് വിലയിരുത്തുന്നത്. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ആധ്യാത്മിക രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും കളിയെഴുത്തുകാരും സാധാരണ പ്രേക്ഷകരുടെ പ്രതിനിധിയും എല്ലാം ഒരുമിച്ചിരുന്ന് ഈ രാത്രിയിൽ ഒരുപക്ഷെ അർജൻറ്റീനയെ പോലും ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുട്ബോളിനെ കുറിച്ച് ഇത്രയും വൈവിധ്യമുള്ള മേഖലയിൽ ഉള്ള ആളുകൾ ചേർന്നിരുന്ന് ചർച്ച ചെയ്യുന്നു എന്നത്. അപ്പോൾ ഫുട്ബോൾ എത്രമാത്രം വലിയൊരു വികാരമാണ് മലയാളിയെ സംബന്ധിച്ചെന്ന് കൂടിയാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം ഒരു ടീം എന്ന നിലയിൽ നോക്കിയാൽ ഞാൻ വിചാരിക്കുന്നു സ്പെയിനാണ് മികവുറ്റ ടീം. ഞാൻ അർജൻറ്റീനയുടെ ആരാധകനാണ് 86 മുതൽ. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, 86 മുതൽ വിജയത്തിലും തോൽവിയിലും അർജൻറ്റീനയോടൊപ്പം നിന്നപ്പോഴും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ടല്ലോ, ആനന്ദധാര. അതിൽ പറയുന്നത് പോലെയാണ്, ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എനിക്ക് എന്ത് ആനന്ദമാണ് ഓമനെ എന്ന് പറഞ്ഞതുപോലെ അർജൻറ്റീന തോൽക്കുമ്പോഴും ആ ദുഃഖത്തിൽ അർജൻറ്റീനയോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതിനർത്ഥം മറ്റെല്ലാ ടീമുകളെയും തള്ളിക്കളയുന്നു എന്നോ അവരുടെ മികവിനെ അന്ധമായിട്ട് നിരാകരിക്കുന്നു എന്നുള്ളതല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ ടീം അർജൻറ്റീനയാണ്, അത് കഴിഞ്ഞാൽ ബ്രസീലാണ്, പിന്നെ സ്പെയിനാണ്. എക്കാലത്തും അങ്ങനെയാണ്. അപ്പോൾ മറ്റു ടീമുകൾ നന്നായി കളിക്കുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാനും അതിൽ ആഹ്ലാദിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അർജൻറ്റീനിയൻ ആരാധകനാണ് എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ടീം എന്ന നിലയിലുള്ള മികവ്, സാങ്കേതികമായിട്ടുള്ള മികവ് സ്പെയിനിന് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതേസമയം അർജൻറ്റീനയെ അപകടകരമായൊരു ടീമാക്കി മാറ്റുന്നത് മെസ്സി എന്ന ഒരു ഇതിഹാസ താരത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. മെസ്സി പുലർത്തുന്ന മികവ്, കാൽപന്തിൻ്റെ ഒരു കാൽപ്പനിക സൗന്ദര്യം എന്ന് നമുക്ക് മെസ്സി വിശേഷിപ്പിക്കാം. അക്ഷരാർത്ഥത്തിൽ ഭയങ്കരമായ ഒരു ഫിസിക്ക് കൊണ്ടൊന്നും അല്ലല്ലോ അദ്ദേഹം ഈ മികവ് കാണിക്കുന്നത്. കാൽപ്പനികമായ രീതിയിൽ കാൽപന്ത് കളിക്കുന്ന ഒരു കളിക്കാരനാണ് മെസ്സി. കഴിഞ്ഞ ഈജിപ്തിനെതിരായിട്ടുള്ള മത്സരത്തിൽ അവസാനത്തെ 15 മിനിറ്റിലെ തിരിച്ചുവരവ് അവിശ്വസനീയമാണ്. പക്ഷേ അത് ഈജിപ്ത് പോലൊരു ടീമാണെന്ന് നമുക്ക് കണക്കാക്കി. ഈജിപ്ത് പോലൊരു ടീം ആയിരുന്നില്ല ഇംഗ്ലണ്ട് എന്ന് കാണണം. ഈ ലോകകപ്പ് നേടാൻ വരെ മാത്രം പ്രാപ്തിയുള്ളൊരു ടീമായിരുന്നു ഇംഗ്ലണ്ട്. ആ ഇംഗ്ലണ്ടിനെതിരെ 54-ാമത്തെ മിനിറ്റിൽ ലീഡ് വഴങ്ങുക, 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുക, അവസാനത്തെ 10 മിനിറ്റിൽ 2 ഗോൾ അടിച്ച് വിജയിക്കുക എന്ന ഒരു മാസ്മരികമായ, അവിശ്വസനീയമായ, ഇന്ദ്രജാല സമാനമായ പ്രകടനം അർജൻറ്റീനയ്ക്ക് നടത്താൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, പ്രചോദനം, ഊർജ്ജ സ്രോതസ് മെസ്സിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കണ്ടതാണ് ആ മാസ്മരിക പ്രകടനം. ഇപ്പോൾ നോക്കുക, ഒരു ഷോർട്ട് കോർണറിൽ നിന്ന് കിട്ടിയ പന്ത് സാധാരണ എല്ലാവരും പ്രതീക്ഷിക്കുക ബോക്സിലേക്ക് കൊടുക്കും എന്നാണ്. ഇംഗ്ലീഷ് പ്രതിരോധ നിരയുടെ ശ്രദ്ധ ബോക്സിലേക്ക് വഴിതിരിച്ച് വിട്ട് അപ്രതീക്ഷിതമായി മെസ്സി പന്ത് ബോക്സിന് പുറത്ത് നിൽക്കുന്ന എൻസോ ഗോൺസാൽവസിന്, എൻസോ ഫെർണാണ്ടസിന് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് കാലുകൊണ്ട് മാത്രമല്ല മെസ്സി കളിക്കുന്നത്, ബുദ്ധി കൊണ്ടുകൂടിയാണ് എന്നാണ്. തലച്ചോറ് കൊണ്ടുകൂടി കളിക്കുന്ന ഒരു കളിക്കാരന് മാത്രമേ ഇത് സാധ്യമാവൂ. രണ്ടാമത്തെ ഗോളും സമാനമായിട്ടുള്ള നിലയിലാണ്. രണ്ടാമത്തെ ഗോള് മെസ്സി പന്ത് കാലിലെടുത്ത് 1-2 ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രതിരോധ നിര മെസ്സിക്ക് ചുറ്റും ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ നിമിഷത്തിലാണ് പന്ത് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മനോഹരമായ ക്രോസ്, തല വെച്ച് കൊടുത്താൽ മാത്രം മതി എന്ന നിലയിലുള്ള ക്രോസ് ലൗറ്റാരോ മാർട്ടിനസ് വിജയ ഗോൾ നേടുകയാണ്. അപ്പോൾ അവിടെയാണ് മെസ്സി എന്ന ഘടകം നിർണായകമാവുന്നത്. ആ ഘടകം ഇല്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ അർജൻറ്റീന തോറ്റുപോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ സ്പാനിഷ് ടീമിൻ്റെ സാങ്കേതികമായിട്ടുള്ള മികവിനെ, അച്ചടക്കത്തെ ഒക്കെ അതിജീവിക്കാൻ പോകുന്ന ഏക ഘടകം അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം മെസ്സി എന്നുള്ളതാണ്.
പക്ഷെ അപ്പോഴും ഞാൻ രണ്ട് ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങളെ വസ്തുതാപരമായി തന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഗോൾ കീപ്പർമാരെടുത്താൽ ഉനായ് സിമോൺ എന്ന ഗോൾ കീപ്പർ 650 മിനിറ്റ് ക്ലീൻ ഷീറ്റ് സൂക്ഷിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ആകെ ഒരു ഗോളാണ്, ബെൽജിയത്തിൻ്റെ ഒരു ഗോളാണ് ഈ ലോകകപ്പിൽ വീണിട്ടുള്ളത് നോക്കണം. എംബാപ്പയെ പോലെ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ കിടയറ്റ ഒരു സ്ട്രൈക്കർക്ക് പോലും ഉനായ് സിമോണിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണണം. അത് സിമോണിൻ്റെ മാത്രം മികവാന്ന് ഞാൻ പറയുന്നില്ല. എംബാപ്പയെ അക്ഷരാർത്ഥത്തിൽ സെമിഫൈനലിൽ തിരിയാൻ നിർബന്ധിതമാക്കിയ സ്പെയിനിൻ്റെ തന്ത്രങ്ങളുടെ മികവാണ്. മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിച്ച് എംബാപ്പയ്ക്കുള്ള അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ഈ മുന്നേറ്റക്കാർക്കുള്ള പാസിംഗ് ലൈൻ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം. സിമോൺ പക്ഷേ അസാധ്യമായിട്ടുള്ള ഫോമിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിലെ ഗോൾഡൻ ഗ്ലൗ ജേതാവാണ് അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ്. മികച്ച ഗോൾ കീപ്പറാണ്. പക്ഷേ ഈ ലോകകപ്പിലെ ഫോം എടുത്തു നോക്കിയാൽ സിമോണിനോളം വരില്ല മാർട്ടിനസ് നമ്മൾ കാണേണ്ടതാണ്. പ്രതിരോധ നിര നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനിൻ്റെ പ്രതിരോധ നിര കിടയറ്റ പ്രതിരോധ നിരയാണ്. അവിടെ ലപ്പാർട്ടയാണ് അത് നയിക്കുന്നത്. 19 വയസ്സുള്ള ബാഴ്സലോണയുടെ താരം പൗ കുബുർസെ പോലുള്ള താരങ്ങൾ. അതുപോലെ കുക്കുറേലയെ പ്രത്യേകം എടുത്തു പറയണം. കുക്കുറേല ഒരേ സമയം വിങ്ങിലൂടെ കയറി കളിക്കുകയും ചെയ്യും, അതിവേഗത്തിൽ ഇറങ്ങി വരികയും ചെയ്യുന്ന കുക്കുറേല സ്പെയിനിൻ്റെ പ്രതിരോധത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നട്ടെല്ലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത്രത്തോളം അർജന്റീനയുടെ വരുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം രണ്ട് ഫുൾ ബാക്കുകൾ തൊഗ്ലിയാത്തിയും അതുപോലെ തൊഗ്ലിയാഫിക്കോയും അപ്പുറത്ത് മറ്റേ മൊളീനോയും രണ്ടുപേരുടെയും വേഗത്തെ സംബന്ധിച്ച് അല്പം വേഗം കുറവാണ് എന്നതൊരു പരിമിതിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ മധ്യനിരയിൽ ഇപ്പുറത്ത് അർജന്റീനയുടെ കളി നിയന്ത്രിക്കുന്ന മധ്യനിരയിലെ എൻസോ ഗോൺസാൽവസ് ഉണ്ട്. അപ്പുറത്താണെങ്കിൽ സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ റോഡ്രിയാണ് സ്പെയിനിൻ്റെ പ്ലേ മേക്കർ എന്നത്. അപ്പോൾ മധ്യനിരയിൽ രണ്ട് ടീമുകളും തുല്യശക്തരാണ്. ആരായിരിക്കും മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കുക എന്നതായിരിക്കും ഈ ഫൈനൽ മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കുക എന്ന് ഞാൻ വിചാരിക്കും.